ഗൈസ്, വെൽക്കം ബാക്ക് ടു മിൻഹാസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് നമ്മൾ ചെറിയൊരു ക്രിയേറ്റീവാണ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നമ്മൾ കുടുക്കയാണ്, ഞങ്ങളുടെ സ്ഥലത്ത് കുടുക്ക എന്നൊക്കെ മലയാളത്തിൽ പറയും. എന്നാൽ ഇംഗ്ലീഷിൽ പറയുന്നത് മണി ബോക്സ് എന്നാണ്. അപ്പോൾ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ അല്ലേ മണി ബോക്സ്. നമുക്കൊന്ന് ഹോം മെയ്ഡ് ഉണ്ടാക്കി അതിൻ്റെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാം. ഗ്ലൂ അല്ലെങ്കിൽ ടേപ്പ് മതി. ഞാൻ ടേപ്പും ഗ്ലൂ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങളുടെ ഇഷ്ടം പോലെ. പിന്നെ പാലിൻ്റെ അടപ്പും, പിന്നെ സിസേഴ്സ് അല്ലെങ്കിൽ കട്ടറ്, പിന്നെ പെന്ന് അല്ലെങ്കിൽ പെൻസിൽ. ഞാൻ പ്രിഫർ ചെയ്യുന്ന പെന്നാണ്, കാരണം പെൻസിൽ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കുന്ന കാണാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പെന്നെടുക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം, കുഴപ്പമില്ല. പിന്നെ റൂളറ്, ഇത് നിങ്ങൾ നോക്കണ്ട, അല്ലെങ്കിൽ വൈറ്റ്നർ കൊണ്ട് എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം ഇതാണ് മെയിനായിട്ടും വേണ്ടത്. അത് എന്താ പറയുക, മെഡിസിൻ്റെ ബോക്സ്, മെഡിസിന് കിട്ടുമല്ലോ, ആ ബോക്സ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് റെഡ് ലേബിളുടെ ആണ്. പിന്നെ കളർ പേപ്പേഴ്സും. അപ്പം നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ റെഡ് ലേബിളുടെ അല്ലെങ്കിൽ നിങ്ങൾ മരുന്നിൻ്റെ കുപ്പി ബോക്സോ എടുത്തിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കളർ പേപ്പർ എടുക്കുക, താഴെ വരെ കൊണ്ടുവരിക. എന്താ, നിങ്ങൾക്ക് കളർ പേപ്പർ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സാധാ ഇതിൻ്റെ പിക്ചർ കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. അത് സാധിച്ചു. അപ്പം ഇങ്ങനെ റോൾ ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഗ്ലൂ വേണം. ഗ്ലൂ എടുക്കണം. ഇതുപോലെ ഗ്ലൂ സ്പ്രെഡ് ചെയ്യുക. കൈകൊണ്ടായാലും പ്രശ്നമില്ല, ഇതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ലീക്കാവും, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് എവിടെയാണ് നമ്മൾ തുടങ്ങി, അവിടുന്ന് തന്നെ ഇത് ചെയ്യാം. സൂക്ഷിച്ച് വേണം ചെയ്യാൻ, മെല്ലെ ചെയ്താൽ മതി. ആരും ധൃതി വെക്കണ്ട, കാരണം ഇത് എൻ്റെ ബോക്സ് വലുതാണ്. നിങ്ങൾക്ക് എനിക്ക് എളുപ്പമായിട്ടത് തോന്നിയപ്പോൾ കുറച്ച് നേരം നമുക്കിത് ഇങ്ങനെ അമക്കി കൊടുക്കണം, എന്നാലേ ഇത് റെഡി ആക്കുള്ളൂ. ഇത്രയും ബാക്കി, ഇവിടെ വരെ ബോക്സ് ഉള്ളൂ. ഇവിടെ ബോക്സ് ഉണ്ട്, എല്ലാം അമക്കി കൊടുക്കുക. അപ്പോൾ അത് അവിടെ ചെറിയ രീതിയിൽ ഒന്ന് ഉണങ്ങി വരട്ടെ. നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ അവിടെ നമ്പേഴ്സ് എത്താം നമുക്ക്. അപ്പം ബ്ലാക്ക് വെച്ചിട്ട് എഴുതുകയാണ്. ഇത് ഞാൻ കാർഡ്ബോർഡ് കൊണ്ട്, പിന്നെ ഞാൻ വൈറ്റ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയത്. വൈറ്റ് ഈ കാർഡ്ബോർഡായിരുന്നു കിട്ടി എനിക്ക്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. ചാടി വരുന്നു, ഏതൊക്കെയോ എല്ലാത്തിനും ചാടി വന്ന് എഴുതണമെന്ന് തോന്നുന്നു. കാരണം ഞാൻ വെച്ചാൽ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ നമ്പേഴ്സ് എഴുതാമെന്ന് വിചാരിച്ചപ്പം. നമുക്കിപ്പോൾ കാർഡ്ബോർഡ്, മറ്റേ സാധാ കാർഡ്ബോർഡ് നമുക്ക് കിട്ടില്ല. ആ കാർഡ്ബോർഡ് നമുക്ക് ഇതുപോലെ വൈറ്റ് ഇത് വെച്ച് പേപ്പർ ഒട്ടിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അങ്ങനെയും കുഴപ്പമൊന്നുമില്ല.
3 7 10 എഴുതല്ലേ 0 എഴുതാവള്. ഞാൻ പിന്നെ ഒരു സ്റ്റാറും പിന്നെ ഹാഷും. സ്റ്റാർ ഞാൻ ഇങ്ങനെ ഇടുന്നത്, അതുപോലെ സ്റ്റാർ ഇതുപോലെ ഇങ്ങനെ ഇടുന്നത്. ഹാഷ് നമുക്കത് മാറ്റി വെക്കാം. ഇവിടെ ഉണങ്ങി കിട്ടുമല്ലോ. ഈ സൈഡ് ഇപ്പോൾ ചെറിയ രീതിയിൽ ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സൈഡ് കംപ്ലീറ്റ് ആക്കാം. സൈഡിട്ട് ഈ സൈഡ് നമുക്ക് അതിൻ്റെ ഈ സൈഡ് വരില്ലേ, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ മടക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. എൻ്റെ സെയിം കളർ തന്നെ ചൂസ് ചെയ്യണം ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളൊന്നും. ഓരോ ആൾക്കാർക്കും ഓരോ ഇതുണ്ട്. ഇതിലൊന്നും ഞാൻ സ്പ്രെഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്യണം. ഇവിടെ ഇവിടെയും കൂടെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഇവിടെ സ്റ്റിഫായിട്ടിരിക്കുള്ളൂ. ഇവിടെ ഒട്ടിക്കാം നമുക്ക്. ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം. ഇതുപോലെ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് റൂളറും പിന്നെ പെൻസിലും എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞില്ല പെന്നോ പെൻസിലോ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഈ പെൻസിൽ വേണം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചെറിയ പാട് നിങ്ങൾക്ക് കാണാമായിരിക്കും. എന്നിട്ട് കട്ടറോ സിസറോ എടുക്കുക, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇവിടെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡും നമുക്ക് ചെയ്യാറുണ്ട്. നമുക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ നമ്പേഴ്സ് ഒട്ടിക്കണം. നമ്പേഴ്സ് ഏകദേശം നമ്മളൊരു ബോക്സിനകത്ത് പിടിപ്പിക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ബോക്സ് ഇങ്ങനെ വരയ്ക്കുവാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി. ഒന്ന്
0 എന്തായാലും നടുക്കാണല്ലോ. പിന്നെ ഹാഷ്. പിന്നെ സ്റ്റാർ പറഞ്ഞില്ലേ, സാധാ നമ്മുടെ സ്റ്റാർ അല്ല വേണ്ടത്, ഇതുപോലത്തെ സ്റ്റാറാണ്. ഇത് ഞാൻ ഒട്ടിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇത് ഞാൻ ഒട്ടിച്ചിട്ട് വരാം. ഓക്കെ, ഇതുപോലെ ഞാൻ ഒട്ടിക്കുക. ലാസ്റ്റ് ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ബോക്സ് ആയിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അറേഞ്ച്മെൻറ്റ് നമുക്കിങ്ങനെ വരച്ചെടുക്കാം. നേരെയൊക്കെ എടുക്കാം. ചെറിയ തെറ്റി മതിയില്ല നമുക്ക് എല്ലാം കുളവാൻ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാം. ഇതുപോലെ എടുക്കാം. വേണ്ടില്ല, ഒരു സ്ട്രെയിറ്റ് വരെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്കിത് മാറ്റി വെക്കാം. ഈ ബോട്ടിലിൻ്റെ എന്താ പാലിൻ്റെ അടപ്പ് അത് നമുക്കെടുക്കാം. എന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല ഒരു വൈറ്റ് പേപ്പർ വേണമെന്ന്, ആ വൈറ്റ് പേപ്പർ എടുക്കുക. അപ്പോൾ ചെറിയ രീതിയിൽ മുറിച്ചെടുക്കുവാണ്. നമ്മൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഏതും ചെറിയ രീതിയിൽ ശരിയാക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ കുത്തി കയറ്റി വെക്കുക. ഇതുപോലെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ചെറിയ രീതിയിൽ കുത്തിയെടുക്കുക. ഏകദേശം ഇതുപോലെ നമ്മളെടുക്കുക. ലേറ്റാക്കിയിട്ടില്ല, ടേപ്പ് പോലെ നമുക്കിങ്ങനെ ഒട്ടിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചുറ്റും ഗ്ലൂ ഇടാം. നമ്മൾ ഉണ്ടാക്കിയ ബോക്സിൻ്റെ ഒരു സൈഡിൽ വലിഞ്ഞ് ഞാൻ ഉണങ്ങാൻ വേണ്ടി ഞാൻ ഇപ്പോൾ താഴെ ഇവിടെ ഒന്നും ഒട്ടിച്ചില്ല, കാരണം താഴെ പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി നേരം ഇതിങ്ങനെ ഉണങ്ങണം. നിങ്ങൾക്ക് എൻ്റെ പോലെ തന്നെ മെഡിസിൻ ആകുമ്പം ഇത്രേ കാണത്തുള്ളൂ, ഇത്രേ ഒരു ബോക്സ്. ഈ നമ്പേഴ്സ് വെക്കാൻ തന്നെ അത്ര ചെറിയ രീതിയിൽ സ്ഥലം. എന്നാൽ നിങ്ങൾക്ക് അതെങ്കിലും മതി, കാരണം ഞാൻ ഇവിടെ മണിയും കോയിൻസും ആയിട്ടാണ് ഞാൻ തിരിച്ച് വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അത് ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ സെയിം ബോക്സ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ബോക്സ് ആയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല ചെറിയ രീതി ഒരു ജസ്റ്റ് ഒരു ഡിസൈന് വേണ്ടി, ചുമ്മാ ഇരിക്കില്ല, ഓപ്പണായി വരില്ല, ജസ്റ്റ് ഒരു ഡിസൈനിന് വേണ്ടി വെക്കുന്നതാണ്. ഇതുപോലെ ജസ്റ്റ് ഒരു ഡിസൈനാണ്. നല്ല ഇവിടെ ഈ നമ്പേഴ്സിൻ്റെ അവിടെ ചെറിയ രീതി പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ട്രിക്ക് ചെയ്യണം. ഇതുപോലെ സ്കെയിൽ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇങ്ങനെ വെക്കുക, ഇതുപോലെ തന്നെ ചെയ്യുക.
അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇതിൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ ഇടണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പൈസ ഇടാം. ഞാൻ ഇപ്പം പൈസ കൊണ്ടുവരാം. ഓക്കെ.